നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജോലി വാഗ്ദാനം ചെയ്ത് ഖത്തറിൽ കൊണ്ടുപോയി പെൺവാണിഭത്തിന് ഉപയോഗിച്ചെന്ന് കാണിച്ച് അതിജീവിതകളിൽ ഒരാളായ യുവതി മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് ഇമെയിൽ വഴി നൽകിയ പരാതി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരോപണ വിധേയന് തന്നെ ചോർത്തി നൽകിയെന്ന് ആരോപണം. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം പരാതി ചോർത്തി കൊടുത്തെന്നാണ് കുളത്തൂപ്പുഴ സ്വദേശിയായ വിവാഹിതയായ യുവതിയുടെ ആരോപണം. കൊട്ടാരക്കര സ്വദേശി സുദീപ് ചന്ദ്രനെതിരെയാണ് പീഡന പരാതി. സുദീപിനെതിരെ കുളത്തൂപ്പുഴ പോലീസ് പീഡനത്തിന് കേസെടുത്തിട്ടുണ്ട്. ഖത്തറിൽ നിന്ന് ഇയാൾ ആഫ്രിക്കയിലേക്ക് കടന്നതായാണ് വിവരം. മന്ത്രി ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായി ബന്ധമുള്ളയാളാണ് സുദീപ് എന്ന് യുവതി ആരോപിക്കുന്നു. ഖത്തറിൽ നേരിട്ട അനുഭവത്തെക്കുറിച്ച് നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് കുളത്തൂപ്പുഴ പോലീസ് അന്വേഷണം തുടങ്ങിയതായും മറ്റു മന്ത്രിമാർക്ക് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ യുവതി പറയുന്നു. ജോലിക്കെന്ന് പറഞ്ഞ് 3 ലക്ഷം രൂപ ഈടാക്കിയ ശേഷം മകളെ ഖത്തറിലേക്ക് കൊണ്ടുപോയി ഫ്ളാറ്റിൽ താമസിപ്പിച്ച് പീഡനത്തിന് ഇരയാക്കിയ ശേഷം പരിചയക്കാർക്ക് നൽകി സുദീപ് ചന്ദ്രൻ പണം സമ്പാദിച്ചു വരികയാണെന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 12-ന് യുവതിയുടെ അമ്മ കുളത്തൂപ്പുഴ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. മകളുടെ ശമ്പളം എന്ന പേരിൽ സുദീപിന്റെ അക്കൗണ്ടിൽ നിന്നാണ് തനിക്ക് പണം അയച്ചിരുന്നതെന്നും പരാതിയിലുണ്ട്. 2021 നവംബറിലാണ് യുവതി ഖത്തറിലേക്ക് പോയത്. മന്ത്രിയുടെ സ്റ്റാഫ് അംഗത്തിനെതിരെ പരാതി ഉണ്ടായാൽ അവർ സ്റ്റാഫിൽ ഉണ്ടാകില്ലെന്നാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഓഫീസിലെ വിശദീകരണം. ഓഫീസിലെ ഒരു ജീവനക്കാരനെതിരെയും ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ലെന്നും അറിയിച്ചു. മന്ത്രിയുടെ പ്രതികരണം തേടിയെങ്കിലും ലഭിച്ചിട്ടില്ല. മറ്റൊരു സംഭവത്തിൽ അജ്മാനിൽ വെച്ച് യുവതി പീഡിപ്പിച്ചെന്ന പരാതിയിൽ നാദാപുരം സ്വദേശിയുടെ പേരിൽ പോലീസ് കേസെടുത്തു. നാദാപുരം ത്രിനേരി സ്വദേശി അഹമ്മദ് അബ്ദുള്ളയുടെ പേരിലാണ് ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് നാദാപുരം പോലീസ് കേസെടുത്തത്. എറണാകുളം സ്വദേശിയായ 27-കാരിയാണ് പരാതി നൽകിയത്. ബിസിനസ് ആവശ്യാർത്ഥം വിളിച്ചു വരുത്തി അജ്മാൻ ബ്ലാക്ക് ഡംഡ ഹോട്ടൽ മുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. പീഡനശ്രമം ചേർത്തപ്പോൾ മണിക്കൂറുകളോളം മുറിയിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചതായും യുവതി നാദാപുരം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ഫെബ്രുവരി ആദ്യമാണ് സംഭവം നടന്നത്. പ്രതിയുടെ ഭീഷണി കാരണമാണ് പരാതി വൈകിയത്. പ്രശ്നം ഒതുക്കി തീർക്കാൻ 25 ലക്ഷം രൂപ നാദാപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ മുഖേന തനിക്ക് ഓഫർ ചെയ്തതായി പരാതിക്കാരി ഒരു മാധ്യമത്തോട് പറഞ്ഞു. അതിന് വഴങ്ങാതിരുന്നതിനെ തുടർന്ന് തന്നെ മാനസികമായും ശാരീരികമായും പ്രതി പീഡിപ്പിച്ചതായും യുവതി പറയുന്നു. ദുബായിൽ സ്ഥിരതാമസമാക്കിയ യുവതിയുടെ ബന്ധുക്കളും പ്രതിയും തമ്മിൽ ഒന്നിച്ച് ബിസിനസ് നടത്തുന്നുണ്ട്. നാദാപുരം ഇൻസ്പെക്ടർ A.V. ദിനേശാണ് കേസ് അന്വേഷിക്കുന്നത്. ഒരു പിക്കിൾസിന്റെ ബിസിനസ് കാര്യം സംസാരിക്കാൻ വേണ്ടി എന്നെ അജ്മാനിലേക്ക് വിളിച്ചു വരുത്തി. റൂമിലെത്തിയപ്പോൾ സാമ്പിൾസ് കാണിക്കാൻ ആവശ്യപ്പെട്ട തന്നോട് സാമ്പിൾസ് ഇല്ലെന്നും തന്നോട് സെക്ഷുവലി സഹകരിക്കണമെന്നും നാദാപുരം സ്വദേശി അഹമ്മദ് അബ്ദുള്ള ആവശ്യപ്പെട്ടതായി അതിജീവിത പറയുന്നു. എതിർത്ത യുവതിയെ പ്ലാസ്റ്റർ പൊട്ടിച്ച് കൈ രണ്ടും കെട്ടി മുറിയിൽ വളരെ മാരകമായ പീഡനത്തിനിരയാക്കിയതായി യുവതി പറയുന്നു. 5-6 മണിക്കൂറോളം മുറിയിൽ പൂട്ടിയിട്ടതായും പറയുന്നു. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ തന്നോട് ഇവിടെ അത്യാവശ്യം സ്വാധീനമുണ്ടെന്നും കേസ് കൊടുത്താൽ നിന്നെ കള്ളക്കേസ് കുടുക്കിയിട്ട് ഒരിക്കലും നാട് കാണാൻ പറ്റാത്ത അവസ്ഥയിലാക്കുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തിയതായി പറയുന്നു. പേടിച്ചിട്ട് 1 മാസത്തോളം വല്ലാത്ത ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നെന്നും അതിജീവിത പറയുന്നു. ദുബായിൽ സ്ഥിരതാമസക്കാരിയാണ് യുവതി. യുവതിയുടെ അനുജത്തിയുടെ സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമായ പ്രതി കുറ്റം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി അച്ചാർ കയറ്റുമതി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതായാണ് FIR-ൽ പറയുന്നത്. ഇയാൾ കുറ്റം ചെയ്തതായി സമ്മതിക്കുന്ന ശബ്ദരേഖയും യുവതി ഹാജരാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.